ട്രാവൻകൂർ സിസ്റ്റേഴ്സ് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഒരു കാലത്ത് താരറാണിമാരായിരുന്ന ലളിത, പത്മിനി, രാഗിണി എന്നീ തിരുവിതാംകൂർ സഹോദരിമാരുടെ ഒപ്പം അവരുടെ അമ്മാവന്റെ മകളായ ഒരു നടി കൂടി വളർന്നു വന്നു. അവർ പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയിലെ തിരക്കുള്ള ഒരു അഭിനേത്രിയായി മാറി. നൃത്തവേദിയിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് എത്തിയ ആ മലയാളി പെൺകുട്ടിക്ക് ആദ്യം അവസരമൊരുക്കിയത് തമിഴ് സിനിമാവേദിയായിരുന്നു. ഒരു ഇരവ് എന്ന തമിഴ് ചിത്രത്തിലൂടെ ക്യാമറയിലേക്ക് പകർത്തപ്പെട്ട ആ പെൺകുട്ടി പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. അന്നും ഇന്നും അത്രയധികം ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത 2500ഓളം സിനിമകൾ എന്ന റെക്കോർഡിലേക്കാണ് പിൽക്കാലത്ത് ആ നടി നയിക്കപ്പെട്ടത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി മുതൽ ബംഗാളി സിനിമയിൽ വരെ ഓരോ മലയാളിയുടെയും അഭിമാനമായി മാറിയ മഹാനടി. മികച്ച സഹനടിക്കുള്ള ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങളും കലൈമാമണി മുതൽ പത്മശ്രീ വരെയുള്ള പരമോന്നത ബഹുമതികളും ഭാഷാതീതമായി സമ്മാനിക്കപ്പെട്ട മഹാപ്രതിഭ. മലയാള സിനിമയുടെ ബാല്യവും കൗമാരവും യൗവനവും കണ്ട അത്യപൂർവമായ ഒരു അമ്മ നക്ഷത്രം. ആയിരക്കണക്കിന് സ്ത്രൈണഭാവങ്ങൾ അനശ്വരമാക്കി 11 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാർച്ച് മാസത്തിൽ നമുക്കരികിൽ നിന്നും അണഞ്ഞുപോയ ഓർമ്മയിൽ എന്നും സുകുമാരി അമ്മ. എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ രാഘവ മാസ്റ്ററിന്? ഇതാണ് ഇംഗ്ലീഷ് ഡാൻസ്. ഈ സാറിന് എന്റെ മോനാവാനുള്ള പ്രായമേ ഉള്ളൂ. മോനെ, അസ്സലാമു അലൈക്കും. എന്ത് കുരുത്തക്കേട് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ, ഐ ഡോണ്ട് മൈൻഡ്. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഈ വീട് ഭാഗ്യം ചെയ്ത വീടായി. ലോകത്തിന്റെയും പാലത്തിന്റെയും കാര്യം ശലോമോൻ വിശദമായി അറിയണ്ടെന്ന് കരുതിയ അവന് പുറത്തേക്ക് അയച്ചത്. ഈ നേരത്താണോ റിപ്പയർ? മണി എത്ര എന്നറിയാമോ? അരുൺ ദുബായിലാണെന്നല്ലേ പറഞ്ഞത്? I have been there for few hours. ചിന്നമ്മ പറയുന്നു നുണയാണെന്ന് നാട്ടുകൂട്ടത്തിന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം വരുന്ന ഇമ്മാനുവൽ എന്ന് പേരുള്ള സിനിമയിലാണ് സുകുമാരി അമ്മ അവസാനമായി അഭിനയിച്ചത്. ആ ചിത്രത്തിന്റെ സംവിധായകൻ സുകുമാരി അമ്മ ഉണ്ടായിരുന്നിടത്തോളം കാലം അദ്ദേഹം സംവിധാനം ചെയ്ത എല്ലാ സിനിമകളിലും സുകുമാരി അമ്മയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സുകുമാരി അമ്മയെ ഉൾപ്പെടുത്താനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അനവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സ്ഥിരം പരിചിതമായ, മലയാളി എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും നമുക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭ, മികച്ച സംവിധായകൻ, ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും സുകുമാരി അമ്മ എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ലാൽ ജോസ് സാർ. സാർ, സ്വാഗതം ഓർമ്മയിലെന്നും സുകുമാരി അമ്മ എന്ന ഈ പരമ്പരയിലേക്ക്. ഞാനിപ്പം ആമുഖത്തിൽ പറഞ്ഞു, ഇമ്മാനുവൽ എന്നതാണ് സുകുമാരി അമ്മയുടെ അഭിനയിച്ച മലയാളത്തിലെ അവസാന ചിത്രം. അതുവരെയും സുകുമാരി അമ്മ ഉള്ളിടത്തോളം കാലം വരെയുമുള്ള എല്ലാ ചിത്രങ്ങളിലും, ലാൽ ജോസ് സാറിന്റെ ചിത്രങ്ങളിൽ സുകുമാരി അമ്മ അഭിനയിച്ചിട്ടുണ്ട്. അതിനുമുമ്പ് സഹസംവിധായകനായിരുന്ന കാലം തൊട്ട് തന്നെ സാറിനൊരു ആത്മബന്ധവും അടുപ്പവും ഒക്കെ ഉണ്ടല്ലോ. ആദ്യ ചിത്രത്തിൽ വിളിച്ചപ്പോൾ അനുഭവം? ആദ്യ സിനിമ മറവത്തൂർ കനവ് പ്ലാൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് ലളിത ചേച്ചിയുടെ കൂടെയാണ്. കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ലളിത ചേച്ചിയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. സുകുമാരി അമ്മയുണ്ട്, സാറിന്റെ പടങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശ്രീനേട്ടനാണ് ആക്ച്വലി സുകുമാരി അമ്മേനെ സജസ്റ്റ് ചെയ്യുന്നത്, ഇത് സുകുമാരി ചേച്ചിയാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സുകുമാരി ചേച്ചി വരുന്നത്. ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം സുകുമാരി അമ്മയ്ക്ക് ശരിക്കും വർക്കില്ല. പക്ഷെ പുള്ളിക്കാർ അടുത്തവിടെ വേറൊരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് വന്നു. അപ്പം പൂജ തുടങ്ങാൻ പോവാണ്. അപ്പോൾ തേങ്ങയുടെ മീത കർപ്പൂരമൊക്കെ വെത്തിച്ച് ഇതാര് പൂജിക്കും എന്ന് നോക്കിയപ്പോൾ സുകുമാരി അമ്മ വേഗം വന്നിട്ട് ആ തേങ്ങ മേടിച്ച് പുള്ളിക്കാരി തന്നെ അത് കത്തിച്ച് ഒഴിഞ്ഞു. അങ്ങനെ ആ സിനിമ കഴിഞ്ഞു. അപ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ആഘോഷം പോലെ, ചെറിയൊരു ആഘോഷം പോലെ ഉണ്ടായത് സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിലാണ്. സിയാദ് കോക്കർ സാറിൻ്റെ തന്നെ അടുത്ത സിനിമയാണത്. അപ്പോൾ അതിൻ്റെ സെറ്റിലേക്ക് എന്നെയും ബിജു മേനോനെയൊക്കെ വിളിപ്പിച്ചു. എന്നിട്ട് അവിടെ ഒരു ചെറിയ പാർട്ടി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വൈഫും മോളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് സുകുമാരി ചേച്ചി അവളെ വിളിച്ച് കുറേ ഉപദേശിച്ചു. കാരണം ഈ സിനിമ ഓടി ഇനി ഇവന് തിരക്കാവും,
അപ്പോൾ ഒരു സംവിധായകന്റെ ഭാര്യ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ഒരു ചെറിയ ഭാരയാണ് ആദ്യം. പക്ഷെ അടുത്ത സിനിമ തുടങ്ങുന്ന സമയത്ത് അതിലും സുകുമാരി ചേച്ചിക്ക് ഒരു റോള് വന്നു, ബിജുവിന്റെ അമ്മയായിട്ട്, ചെറിയ ചന്ദന ഒതുക്കി. അതിലും ചെറിയ ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, കഴിഞ്ഞ സിനിമ ചേച്ചിയാണ് വിളക്ക് എത്തിച്ചതും തേങ്ങ പൂജയൊക്കെ നടത്തിയത്, അതിന്റെ ഒരു ഐശ്വര്യ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് ഇപ്പൊ ചേച്ചിക്ക് ആ ദിവസം വർക്കില്ല, മൈസൂരാണ് ഷൂട്ടിങ് നടക്കണം. അതിനെന്താ പറഞ്ഞാൽ ഞാൻ വരും, ഞാൻ വന്നിട്ട് കത്തിക്കുന്നു. ഭയങ്കര തിരക്കില് ഓടി നടക്കുന്ന ആള് ആ സിനിമയ്ക്ക് വിളക്കുകൾ കൊളുത്താൻ വേണ്ടിയിട്ട് വന്നു. അവിടെ വന്നിട്ട് അതിന്റെ വിളക്ക് കൊളുത്തിട്ട് പോയി. അത് തൊട്ടിട്ടാണ് തോന്നുന്നത് ഞാൻ പിന്നെ അതൊരു നല്ല മനസ്സുള്ള ആളുടെ ഒരു ധൈര്യമായിട്ട് വേണം കണക്കാക്കാൻ. നമ്മളിപ്പോ ചില സന്ദർഭങ്ങളിൽ ഇവിടെ ഈ ഷൂട്ടിങ്ങിന് പോലും നമ്മളൊരു പൂജയ്ക്ക് വിളക്ക് കത്തിക്കുമെന്ന് ചോദിച്ചാൽ ചിലര് ഒഴിഞ്ഞു മാറും. കാരണം സിനിമയാണ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ആണ്, ഇതിനുണ്ടാകുന്ന ഏത് കുഴപ്പവും എന്റെ തലയിലാകുമോ എന്ന് പറഞ്ഞിട്ട് അല്ലെ അവനവന്റെ സുരക്ഷ നോക്കി മാറുമ്പം ഒരാള് ഞാൻ വരാം, ഞാൻ കത്തിക്കാമെന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായ ഒരു വിശ്വാസം, അത് നന്നാവും അല്ലെങ്കിൽ അയാൾ നന്നാകണം എന്നുള്ളത് ഉണ്ടാകുന്ന ഒരാളുടെ ഒരു ആക്ട് ആയിട്ടാണ് തോന്നുന്നത് അല്ലേ? ആ ഒരു ബന്ധം പിന്നീട് മരിക്കുന്നത് വരെ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. കാരണം അത് ആ സമയത്ത് നമുക്ക് തരുന്ന ഒരു ധൈര്യം ഭയങ്കര ധൈര്യമാണ്. രണ്ടാമത്തെ സിനിമയാണ്, ഇതെന്താവെന്ന് അറിയില്ല. കഴിഞ്ഞ സിനിമയിൽ മമ്മൂക്കയും ശ്രീനേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഇത് മറ്റേ ഓർക്കപ്പുറത്ത് മുയല് ചത്തതാണ് എന്നുള്ളൊരു ധാരണ ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങുന്ന ഒരു സിനിമയിൽ സുകുമാരി ചേച്ചിയെ പോലെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വന്നിട്ട് ഞാൻ വന്ന് വിളക്ക് എത്തിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അത് തമ്മിൽ ആത്മവിശ്വാസം ഭയങ്കരമായിരുന്നു. സാർ, നമുക്ക് ഇനി ഇരുന്ന് സംസാരിക്കാം. അതിനുശേഷം എല്ലാ സിനിമകളിലും ലാൽ ജോസ് സാറിന്റെ സിനിമകളിൽ സുകുമാരി അമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മൾ ചാന്തുപൂട്ടിലേക്ക് എത്തുമ്പോൾ അതിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആഴക്കടലിന്റെ എന്ന് പറയുന്ന ഒരു പാട്ട് സീൻ സുകുമാരി അമ്മ ഒരു താരാട്ടായിട്ട് പാടുന്നതായിട്ടാണ് ആ സിനിമയിലും ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. ഹീറോയുടെ മുത്തശ്ശിയായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ കഥാപാത്രമായി മാറുന്നതിന് ഏത് വേഷവും ചേരുന്ന ഒരാളായിട്ട് പലപ്പോഴും നമുക്ക് സുകുമാരി അമ്മയെ തോന്നിയിട്ടുണ്ട് അല്ലേ? ഭയങ്കര വേഴ്സറ്റൈലായിരുന്നു, ഭയങ്കര എനർജി ഉണ്ടായിരുന്നു അവർക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്യാരക്ടേഴ്സ് അവർക്ക് രൂപത്തിലൊന്നും വലിയ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഭയങ്കര രൂപവ്യത്യാസമൊക്കെ വരുത്തിയിട്ട് വ്യത്യസ്ത കഥാപാത്രം അങ്ങനെയൊന്നുമില്ല. അവരൊരു കുറി തൊട്ടാൽ ഒരു ഹിന്ദു വീട്ടമ്മയാണ്. പട്ടാളത്തിലെ ഒക്കെ അമ്മ വരുന്നത് തനി അമ്മയാരാണ് അവിടെ നിന്ന് വരുന്നത്. എങ്ങനെ വേണമെങ്കിലും മാറാൻ കഴിയുന്ന ഒരു ഗ്രേസ് അവർക്കുണ്ടായിരുന്നു. പിന്നെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ദുഷ്ടകഥാപാത്രമാണെങ്കിലും എന്ത് വൾഗറായിട്ടുള്ള ക്യാരക്ടറാണെങ്കിലും ഒന്നും ചെയ്യാനൊരു മടിയില്ല. അത് അവരുടെ ഒരു പ്രൊഫഷനെ അത്രയും സിൻസിയറായിട്ട് ആരാധിച്ചിരുന്ന ഒരാളാണ്. ഇത്രയും ആസ്വദിച്ച് ജോലി ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ സെറ്റുകൾ അവർക്കൊരു വീട് പോലെയാണ്. ആ സെറ്റിലുള്ള എല്ലാ ആൾക്കാരും അവരുടെ മക്കളാണെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്ന ഒരാളാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇത് ചിലപ്പോൾ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഇത് വെറുതെ മസ്കടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്യണം. പക്ഷെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും, നമ്മൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമയിൽ രാവിലെ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോവും, ഈ സിനിമയുടെ പേരിൽ വഴിപാട് നടത്തും, അതിൻ്റെ ഡയറക്ടറുടെ പേരിൽ പൂജയ്ക്ക് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ പ്രസാദമായിട്ട് അന്ന് അവർക്ക് വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൊക്കേഷനിൽ വരെ എല്ലാവർക്കും ആ പ്രസാദം കൊടുക്കും. അത് അവർക്ക് ആ സിനിമയോടുണ്ടായിരുന്ന ശരിക്കുള്ള സ്നേഹം കൊണ്ടാണല്ലോ. അത് ആരെങ്കിലും സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അടുത്തൊരു പടം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല. അവർക്ക് സിനിമയോട് അത്രയും സ്നേഹമാണ്. നമ്മൾ ചില അമ്മമാരോട് ഏത് മക്കളെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ വലിയ പാടാ. അവർക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുന്നതല്ലേ. സുകുമാരി അമ്മയൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ലൊക്കേഷനിൽ അങ്ങനെ ഈ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചിരുന്ന. തീർച്ചയായിട്ടും അത് ഞാൻ അവര് ജനുവിനാണെന്ന് തിരിച്ചറിയുന്നത് അതിനു മുമ്പ് ഞാൻ സിനിമയിലേക്ക് ജനിച്ചു വീണ ആളാണ് സുകുമാരി അമ്മ. അപ്പം കുറെ കാലം കൊണ്ട് സിനിമയുടെ നമ്മൾ പറയാറുള്ള ചില കാര്യങ്ങളൊക്കെ അടക്കമുള്ള ആളായിരിക്കും. അപ്പൊ ഇതിലൊക്കെ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ട് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതും ഞാൻ തിരിച്ചറിയുന്നത് ഈ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നതിന് മുൻപ് ചേച്ചിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് ബൈപ്പാസ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഏതോ ഒരു സിനിമ, അച്ഛനുറങ്ങാത്ത വീടാണ് തോന്നുന്നത്, അങ്ങനെ ഏതോ ഒരു സിനിമയിൽ ചേച്ചി ഇല്ല.
ചേച്ചി സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് വിളിച്ചാൽ വരുന്ന എനിക്കറിയാം. അപ്പോൾ ആ സമയത്ത് യാത്ര ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ ഞാൻ വിളിച്ചില്ല അതിന്. അത് കഴിഞ്ഞിട്ട് ക്ലാസ്മേറ്റ്സിലേക്ക് ആ ക്യാരക്ടറിന് സുഖുവിൻ്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു. അവർ വന്നു. അപ്പോൾ ചേച്ചി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വേറൊരു വീട്ടിലാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. ഞാൻ എവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേച്ചീനെ കാണാൻ ഞാൻ ചെന്നപ്പോൾ എന്നെ കണ്ട ഉടനെ ഒറ്റ കരച്ചിലാണ്. ഏങ്ങി കരയാണ്. അപ്പം എനിക്ക് എന്താ പറയണ്ടതെന്നറിയില്ല, എന്തിനാണ് കരയണതെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ സുഖമില്ലാണ്ട് കിടന്നപ്പോൾ, ഞാൻ സർജറി ചെയ്ത് കിടന്നപ്പോൾ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരേ ഒരാൾ നീയായിരുന്നു. നീ വന്നില്ല എന്ന് മാത്രമല്ല, അടുത്ത നീ സിനിമ തുടങ്ങിയപ്പോൾ എനിക്ക് റോളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ എന്നോട് പറയണ്ടേ നീ സിനിമ തുടങ്ങണമെന്നുള്ളത്. ഞാനും കരഞ്ഞു, ചേച്ചിയും കരഞ്ഞു. ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചിക്ക് സുഖമില്ല, ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്, ഭയങ്കര ഇമോഷണൽ ആവും നമ്മൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ, അതൊക്കെ പ്രശ്നമുണ്ടാന്ന് വിചാരിച്ചിട്ട് വരാതിരുന്നതാണ്. ആ സിനിമയിൽ ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരുന്നതാണ്, ചേച്ചീനെ സ്ട്രെയിൻ ചെയ്യിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം ഞാൻ വിളിച്ചില്ലേ? അല്ലല്ല, ഞാനത് കരയുന്നു ഞാൻ വിചാരിച്ചില്ല. ഞാൻ നിന്നെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയതാണ്. സോറി മാ. അതെ, അതെ, ഇത് ഒരു 1000-1500 പടം ആ സമയത്ത് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതെ ആലോചിക്കണം. അല്ല, അതിൽ നിന്ന് ഒരാളായിട്ട് നമ്മളെ സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അവര് എന്നും എനിക്കൊരു മദർ ഫിഗർ തന്നെയായിരുന്നു. അല്ല, നമ്മള് സുകുമാരിയമ്മ എന്ന് വിളിക്കുന്ന പോലെ തന്നെ സുകുമാരിയമ്മ എല്ലാരെയും എന്ന് പറഞ്ഞിട്ട് ആൺ പെൺ ഭേദമില്ലാതെ എന്താ മൂഡ് ഓഫ് എന്തമ്മ അങ്ങനെ വിളിച്ച് പോകുന്നവരാണ്. മാത്രമല്ല, സുകുമാരി ചേച്ചി സെറ്റിൽ വന്നു കഴിഞ്ഞാല് ആ പ്രൊഡക്ഷനിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ട് അവന് ഭക്ഷണം മറ്റേ അത് കൊടുക്കരുത് കേട്ടോ, ഇത് കൊടുക്കരുത്, അതധികം കൊടുക്കണം, അത് കൂടുതലും മിഠായി തന്നെ ഉണ്ട്, ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരെയൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോവുക. അത് കഴിഞ്ഞ് ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ ഒരു ചെറിയ ക്യാരക്ടറുള്ളൂ, അതിൽ ചേച്ചിക്ക് റോളില്ല. അപ്പോൾ അതിലൊരു ചെറിയ ലണ്ടൻ ബെഡായി പറയുന്ന ഒരു മുത്തശ്ശിയുടെ ഒരു ക്യാരക്ടർ. അപ്പോൾ അത് സുകുമാരി ചേച്ചി എന്നുള്ളത്, അത് മുടിയൊക്കെ മുറിച്ച് ബോബ് ചെയ്തിട്ട്. അതിലും ഞാൻ ഇവിടെ ദുബായിൽ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഒരു തവണ പോയിട്ടുണ്ട്. ഞാൻ ഒരു പീസ് ചിക്കൻ ഇത്രേ കഴിക്കുള്ളൂ. ഭയങ്കര കഷ്ടപ്പാടാണെങ്കിലും ഏതോ ഒരു പ്രതാപത്തിന്റെ ബാക്കി ഇങ്ങനെ തലച്ചോറിലും ജീവിതത്തിലും കൊണ്ടു നടക്കുന്ന ഒരു കഥാപാത്രമാണ്. അത് രസമായിരുന്നു. അയ്യോ, അത് 2-3 സീനേ ഉള്ളൂ, പക്ഷെ ഗംഭീര ക്യാരക്ടർ. കാരണം എനിക്കത് നന്നായിട്ട് അറിയാം. ഞാനൊരു ഒറ്റപ്പാലത്തുകാരനാണ്. ഞാൻ ഒറ്റപ്പാലത്ത് അങ്ങനെ ഈ ബർമേന്നൊക്കെ വന്നിട്ടുള്ള ചില മുത്തശ്ശിമാരെയൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട് അത് സുകുമാരി ചേച്ചി ഉഗ്രനാക്കുമെന്ന് അറിയാം. പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു സുകുമാരി ചേച്ചിയുടെ കാലൊടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് യാത്ര ചെയ്യാൻ പാടില്ല, ഡോക്ടർ വിലക്കിയിട്ടുള്ളതാണ്. എനിക്കത് അറിയില്ലായിരുന്നു. പുള്ളിക്കാരി വന്നു, തിരുവനന്തപുരത്ത് നിന്ന് അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സീൻ ആദ്യം ഒരു കല്യാണ സീനായിരുന്നു. അപ്പോൾ ഒരു വരനും വധുവും ഇരിക്കുന്ന മണ്ഡപത്തിലേക്ക് ഇവർ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ട് ഞാൻ നോക്കുമ്പോഴാണ് ഇവർ സാരി കൊണ്ട് ഇതൊക്കെ മറച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ കാലിലുള്ള പ്ലാസ്റ്റർ വെച്ചിട്ട് അത് എന്നെ കാണിക്കാതെ ഈ സ്റ്റേജിലേക്ക് കയറുകയാണ്. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, എന്ത് പണിയാണ് കാണിച്ചത്, എന്താ പറ്റിയ കാലിലെന്ന് ചോദിച്ചു. അപ്പോൾ കാലിൽ നല്ല ഫ്രാക്ചറുണ്ട്, യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. മാത്രമല്ല, ഈ യാത്ര ചെയ്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് അതുവരെ ഒറ്റപ്പാലം വരെ യാത്ര ചെയ്തിട്ട് ഈ കാല് വന്ന് നീരായിട്ട് ഈ ഭയങ്കര പെയിനാണ്. ഈ നടക്കാൻ പറ്റില്ല, ഈ ഇതിനുള്ളിൽ ഇത് വീങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇവരെന്താ ചെയ്തിരിക്കണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം കോരി ഒഴിച്ചിരിക്കുക. ഈ പ്ലാസ്റ്ററിൽ നിറയെ വെള്ളം ഒഴിക്കുക. അപ്പൊ വെള്ളം ഒഴിക്കുമ്പോ ഈ പ്ലാസ്റ്റർ ഒന്ന് ലൂസ് ആവുമല്ലോ, അപ്പൊ കിട്ടുന്നൊരു റിലീഫിലാണ് ഈ സ്റ്റേജിലേക്ക് കയറുന്നത്. ഞാൻ എന്താ പറയണത്, അതായത് ഒരു സിനിമയിൽ അഭിനയിക്കാതിരുന്നു എന്ന് ഓർത്ത് കരിയറിൽ ഒന്നും പറ്റാത്ത ഒരാളാണ്. 2 സീനേ ഉള്ളൂ. ഞാനപ്പോ ഞാൻ ചോദിച്ചത് 2 സീനേ ഉള്ളൂ ചേച്ചി, ഒരു കൊച്ചു ക്യാരക്ടർ, ഇന്ന് വന്നിട്ട് നാളെ പോണം, ഇത്രയും ഒരു സ്ട്രെയിൻ എടുക്കേണ്ട. ഇതിപ്പോ ഇപ്പൊ നമ്മുടെ ഈ ഒരു സംഭാഷണത്തിന് പഠിച്ചിട്ടല്ല ഞാൻ ആ ഡയലോഗ് ഓർത്ത് പറഞ്ഞത്. അത് ആ ഒരു സീനാണേലും ചില ആളുകൾ ചില കാര്യങ്ങൾ ദുബായ് എന്നാണ് പറയുന്നത്. ദുബായ് ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാൻ സുകുമാരി ചേച്ചിയുടെ ആമുഖം പറഞ്ഞപ്പോൾ പറഞ്ഞു,
സിനിമയുടെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും സുകുമാരി അമ്മയെ അടുത്തറിഞ്ഞവരുണ്ട്, ഓരോ കാലഘട്ടത്തിലും ആ വാത്സല്യം അനുഭവിച്ചവരുണ്ട്. ഒരാൾ കൂടി ഇപ്പോൾ സുകുമാരി അമ്മയെ ഓർക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം കൂടുകയാണ്. മലയാള സിനിമയുടെ ഒരു എവർഗ്രീൻ റൊമാൻറ്റിക് ഹീറോ, ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ നായകൻ, അന്നും ഇന്നും മലയാളികൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ട അഭിനേതാവ്, സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും സുകുമാരി അമ്മ എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ശങ്കർ സാർ. ശങ്കർ സാർ, സ്വാഗതം ഓർമ്മയിലെന്നും സുകുമാരി അമ്മ എന്ന് പറയുന്ന ഈ പരമ്പരയിലേക്ക്. ഒരു യാദൃശ്യമായ ഒരു സാമ്യത, മലയാളിയാണ് സുകുമാരി അമ്മയെങ്കിലും സുകുമാരി അമ്മ ആദ്യം ചെയ്തത് തമിഴ് സിനിമയാണ്. അവിടെ ഒരു വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയ ശേഷമാണ് മലയാളത്തിലേക്ക് വന്നത്. ശങ്കർ സാറും അതുപോലെ തന്നെയാണ്. ആദ്യത്തെ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത് ഒരു തലൈ രാഗം എന്ന് പറയുന്ന തമിഴ് സിനിമയായിരുന്നു. എന്നിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. എനിക്ക് ഒരുപാട് സിനിമകൾ നിങ്ങൾ ഒന്നിച്ചുണ്ടെങ്കിലും പൂച്ചക്കൊരു മൂക്കുത്തിയിലല്ലേ നമ്മുടെ വാതാബി ഗണപതി, അതിന്റെ മെലഡി വെർഷനും ഡിസ്കോ വെർഷനും ഒക്കെ ആയിട്ട് ചെയ്യുന്നില്ല. കണ്ണനെ കണ്ടു സഖി എന്ന് പറഞ്ഞ് പാടുന്നു, അതില് സുകുമാരി അമ്മ ഡാൻസ് കളിക്കുന്നു. ഇപ്പൊ ലാൽജോ സാറ് ഞങ്ങൾക്ക് പരിചയമുള്ളൊരു കാലഘട്ടത്തിലെ പറ്റി പറഞ്ഞു. ആ സമയത്തെ സുകുമാരി അമ്മ നിങ്ങളുടെ അടുത്തൊക്കെ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ ആയിരുന്നു 80കളുടെ ഒരു തുടക്കത്തിൽ? ഞാൻ ആദ്യമായിട്ട് സുകുമാരി ചേച്ചിയെ കാണുന്നത് കാട്ടുപോത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുടെ, അതിൽ മൗസാറും ഞാനുമാണ് അഭിനയിച്ചത്. അപ്പോൾ അന്ന് പീരിമേഡിലായിരുന്നു ഈ ഫിലിമിൻ്റെ ഷൂട്ടിംഗ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, അന്നത്തെ കാലഘട്ടമല്ലേ, അപ്പോൾ എനിക്ക് മുറിയില്ല. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു, സാർ മുറി ആയിട്ടില്ല. അന്ന് ഈ ഗസ്റ്റ് ഹൗസുകളിലൊക്കെയാണ് അവിടെ താമസിക്കുന്നത്, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളിലും. അപ്പോൾ പറഞ്ഞ് ഇവിടെ റൂമുണ്ട്, സാർ ഒന്ന് കുളിച്ചിട്ട് റെഡി ആയി കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിന് പോകാം, തിരിച്ചു വരുമ്പോൾ റൂം റെഡി ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ. ഒന്നും പറയാനൊന്നും പോയില്ല, അന്ന് പ്രതികരിക്കൊന്നുമില്ല. ഓക്കെ ശരി എന്നും പറഞ്ഞിട്ട് പോയി എൻ്റെ പെട്ടിയൊക്കെ അവിടെ വെച്ചു. ഞാൻ കുളിച്ച് റെഡിയായി ഷൂട്ടിങ്ങിന് പോയി. അപ്പൊ സുകുമാരി ഒരു പരസ്യം കയറ്റിക്കോട്ടെ, ഈ അന്ന് പ്രതികരിക്കൊന്നുമില്ല എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തെ സിനിമയെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അഭിനയിക്കാൻ പോയൊരു സ്റ്റാറിന് റൂമില്ലാത്ത കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, അന്ന് ഞാൻ ഈ ഒരു തലൈ രാഗം 365 ദിവസം കളിച്ച സിനിമയാണ് തമിഴ്നാട്ടില്. മഞ്ഞിലെറിഞ്ഞ പൂക്കൾ അതുപോലെ വലിയ സൂപ്പർ. അത് കഴിഞ്ഞിട്ടാ പോകുന്നത്. അതാ ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പോയൊരു ഹീറോയ്ക്ക് റൂമില്ല, ഗസ്റ്റ് ഹൗസിൽ കുളിച്ചിട്ട് വരുമ്പോ വൈകുന്നേരം തരാഞ്ഞപ്പം ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞത് ഇപ്പം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് അത് ഒന്നുകൂടെ കോട്ട് ചെയ്ത് പറഞ്ഞത്, അല്ലെ ഒഴുകി പോവത്. പറയൂ. അല്ല, സുകുമാരി ചേച്ചി അപ്പൊ ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ സുകുമാരി ചേച്ചി അവിടെ ഉണ്ടായിരുന്നു, പരിചയപ്പെട്ടു. ആദ്യമായിട്ടാണ്, ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് അവരെ നേരിട്ട് കാണുന്നത്. എൻ്റെ അടുത്ത് വന്നിരുന്ന് കുറച്ചു നേരം സംസാരിച്ചു. അതിനുശേഷം വൈകിട്ട് അവർ അതിൻ്റെ ഇടയിൽ ഷൂട്ടിങ് കഴിഞ്ഞ് പോയി. വൈകിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ, റൂമിൽ ചെന്നപ്പോൾ, ഞാൻ കുളിച്ച റൂമിൽ തന്നെ എൻ്റെ പെട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ ഇത് തന്നെയാണ് മുറി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് സുകുമാരി ചേച്ചിയുടെ മുറിയാണ്, അവർ വേറൊരു സ്ത്രീയുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു പോയി. എനിക്ക് മുറി കിട്ടിയില്ല ശരിക്കും, പക്ഷെ അവർ അഡ്ജസ്റ്റ് ചെയ്തു. അതാണ് സുകുമാരി ചേച്ചി. ഒരുപാട് ചിത്രങ്ങളിൽ അതിനുശേഷം ഞാൻ അഭിനയിച്ചവരുടെ കൂടെ എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിച്ച ഒരു 60% സിനിമകളിലും സുകുമാരി ചേച്ചി അമ്മയായിട്ടോ അല്ലെങ്കിൽ കാമുകിയുടെ അമ്മയായിട്ടോ അങ്ങനെ അല്ലാതെ പല വേഷങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. അവർ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഒരു അമ്മ എന്ന് പറയാം, നമുക്ക് അമ്മ എന്ന് പറയാം. അത്രയും എവിടെ ഇപ്പം നമ്മൾ ഷൂട്ടിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചു എന്ന് അവർ അന്വേഷിക്കും. പലപ്പോഴും ട്രിവാൻഡ്രം ഷൂട്ടിങ് നടക്കുമ്പോൾ ഫുഡ് വരുന്നത് പല സ്ഥലങ്ങളൊന്നും ആയിരിക്കും, അവർക്ക് ഒരുപാട് റിലേഷൻസ് ഉള്ള സ്ഥലം. അപ്പോൾ അവരിന്ന് ഫുഡ് വരുമ്പോൾ നമ്മളെ വിളിക്കും, ഇന്ന് നമുക്കിവിടെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വിളിക്കും. അതിന് അത്രയും കെയറിങ് ആയിട്ടുള്ള ഒരു മനുഷ്യസ്നേഹിയാണ്. അതാണ് അതിന്റെ കാര്യം. ഒരാളോടും വ്യത്യാസമില്ല. ഇപ്പൊ ഒരു ഹീറോനോട് ഇങ്ങനെ പെരുമാറി ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോട് ഇതേപോലെ തന്നെയാണ് പെരുമാറുന്നത്. അതാണ് എല്ലാവരോടും അങ്ങനെ തന്നെ. ഈവൻ പ്രൊഡക്ഷൻ ബോയ്സ് ആയാലും അല്ലെങ്കിൽ ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഒരേ സമീപനമാണ്. നിർമ്മിച്ച സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ? ഞാനൊരു അപ്പൊ സിബിമലയിൽ ചെയ്യുന്ന സിനിമ, അപ്പോ ചേക്കേറാനൊരു ചില്ല. അപ്പൊ ആ സമയത്ത്
ഒരു ദിവസം എനിക്കൊരു കോള് വരുന്നു. ഞാൻ പറഞ്ഞു ചേച്ചി അന്ന് ഈ മൊബൈലൊന്നും ഇല്ലല്ലോ, അപ്പോൾ ലാൻഡ് ഫോണിൽ വിളിച്ചു. ഞാൻ സുകുമാരിയാണ്, പടം എടുക്കുന്നതാണ്. അതെ അതെ ചേച്ചി, എനിക്ക് വേഷമില്ലേ? ഞാൻ പറഞ്ഞു അല്ല അത് നോയിക്കോ, അതൊന്നും പറ്റില്ല, ഞാൻ അവിടെ വരും. അങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. ഒരു വേഷത്തിന് ഫിക്സ് ചെയ്തു. അവർ ഒന്നുമില്ല, ഒരു ബാഗും പെട്ടി എടുത്തിട്ട് അവരവിടെ വരും, അവരവിടെ താമസിക്കും, നമ്മൾ കൊടുക്കുന്ന മുറിയിൽ താമസിക്കും, നമ്മുടെ കൂടെ. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, പിന്നെ അവിടെ പോയി പ്രാർത്ഥിച്ച നല്ലൊരു കാര്യമാണ്, ഇപ്പം സിനിമ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യല്ലേ തോന്നുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ആ അമ്പലത്തിൻ്റെ പേര് മറന്നുപോയി, കുറേ കാലങ്ങൾക്ക് മുമ്പ്. അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് എല്ലാ ഒരു എത്ര ഭാഷയിലാണെന്നറിയാം. നമ്മൾ ഇപ്പൊ ടി വിയിൽ ഇപ്പം ഈ ഡിജിറ്റൽ സ്പേസിൽ കാണുന്നത്. അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ സാറ്റലൈറ്റ് ചാനലുകൾ ഇങ്ങനെ സർഫ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് അതേ പരിചയമുള്ള ഒരാൾ നിൽക്കുന്നതെന്ന് തോന്നുന്ന പോലെ ചില തെലുങ്ക് പടങ്ങളിൽ കാണാം, ചില തമിഴ് പടങ്ങളിൽ കാണാം. അതിൽ തന്നെ എല്ലാ തരം വേഷങ്ങളും ഇങ്ങനത്തെ ബംഗാളി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാക്കക്കോയിൽ എന്നൊക്കെ പറയുന്ന സിനിമയിൽ വളരെ ചെറുപ്പക്കാരിയായിട്ട് അഭിനയിക്കുക. അത് എത്രയോ അമ്മ വേഷങ്ങൾ ചെയ്തതിന് ശേഷമാണ് ജഗതി ചേട്ടന്റെ ഭാര്യയായിട്ടുള്ള വേഷത്തിൽ. അതിനു മുമ്പ് എത്രയോ സിനിമകളിൽ ഇവരുടെയൊക്കെ അമ്മയൊക്കെ ആയ ശേഷം ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഇപ്പൊ ഷീലാമ ഇവിടെ എപ്പിസോഡിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, രാവിലെ നസീർ സാറിന്റെ കാമുകിയായിട്ട് അഭിനയിക്കുന്നു, ഉച്ച കഴിഞ്ഞിട്ട് ചേച്ചി, 6 to 9 അമ്മ, പിറ്റേന്ന് രാവിലെ നസീർ സാർ അച്ഛൻ എന്നൊക്കെ പറയുന്നൊരു മാറ്റം എന്ന് പറഞ്ഞ പോലെ സമീപകാലങ്ങളിൽ കഴിഞ്ഞ ഒരു 2-3 ദശകങ്ങൾക്കുള്ളിൽ അങ്ങനെ മാറി ചെയ്തിട്ടുള്ള ഒരാളായിട്ട് എപ്പോഴും തോന്നുന്ന ഒരാള് സുകുമാരി അമ്മ തന്നെയാണ്. പിന്നെ ഈ അല്ലാതെ ഈ സ്റ്റേജ് ഷോകള്, ഡാൻസ് പരിപാടികള്, പാട്ട് കച്ചേരികള്, ഇങ്ങനെയുള്ള ഏരിയകളിലും ഈ ഷോയ്ക്കൊക്കെ പുള്ളിക്കാരി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡയറക്ടർ പുള്ളിയാവും. എല്ലാ ആളുകളും വിളിച്ച് ചെയ്യിപ്പിക്കുന്നതും റിഹേഴ്സൽ ചെയ്യിപ്പിക്കുന്നതും ചിലപ്പോ മേക്കപ്പ് കോസ്റ്റ്യൂമർ ആവും, എല്ലാം ആവും ചേച്ചി. കൂടെ അത്ര എനർജി എവിടെ നിന്നാണെന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഈ കുയിലിനെ തേടി എല്ലാവരും ചൊല്ലിടുന്നൊക്കെ പറയുന്ന ചില പാട്ടുകളാണ് കൂടുതലും സ്റ്റേജിൽ ആ സമയത്ത് മുഴുവൻ പാടിക്കൊണ്ടിരിക്കുന്നത്. സുകുമാരി അമ്മയെ വെച്ച് ഒരുപാട് സിനിമകൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള, നിരവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സംവിധായകൻ കമൽ സാർ ഇപ്പോൾ സുകുമാരി അമ്മയെ ഓർക്കുന്നു. അച്ഛന ടീച്ചർ എന്ന് പറയുന്ന ഒരു പടമുണ്ട്, മധുസാർ നിർമ്മിച്ച് PN മേനോൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ആ സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി സാരി ചേച്ചിയുടെ സ്വന്തം സാരി ഉടുത്തിട്ട് അത് കൊണ്ടുവരാൻ മറന്നുപോയി. ഷൂട്ടിംഗ് ഒറ്റ കാരണം കൊണ്ട് മുടങ്ങും എന്നായി കഴിഞ്ഞപ്പോൾ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ കണ്ടിന്യൂറ്റി നോക്കുക എന്നുള്ളത്. അപ്പോൾ ചേച്ചി എന്നെ സേവ് ചെയ്യാനായിട്ട് മധുസാറൊക്കെ വഴക്ക് പറയും, മേനോസാറൊക്കെ വഴക്ക് പറയും. അതുകൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ പോയി ആ സാരി തപ്പിയെടുത്ത് കൊണ്ടുവന്ന് ആ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ആ കണ്ടിന്യൂറ്റി ഡ്രസ്സ് കൊണ്ടുവന്നൊരു ഓർമ്മ എൻ്റെ തുടക്കകാലത്ത് എനിക്ക് വല്ലാതെ എന്നെ സ്വാധീനിച്ച ഒരു ആർട്ടിസ്റ്റാണ്. ആ രീതിയിൽ ഒരു ആത്മബന്ധം തുടങ്ങിയത് അവിടെ നിന്നാണ്. പിന്നീട് വേറെയും സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സേതുമാ സാറിൻ്റെ സിനിമകളിലൊക്കെ സുകുമാരി ചേച്ചി പ്രധാന വേഷങ്ങളിൽ എന്ന് വെച്ചാൽ ആ സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആരോരും അറിയാതെ അങ്ങനെയുള്ള സിനിമകളിൽ. ഞാൻ ഡയറക്റ്റ് ചെയ്തപ്പോഴും കുറേ സിനിമകളിൽ ചേച്ചി എൻ്റെ പടത്തിൻ്റെ ഭാഗമായിരുന്നു. എന്തായാലും സുകുമാരി ചേച്ചിയെ ഈ അവസരത്തിൽ ഓർക്കുമ്പോൾ വലിയ സന്തോഷവുമുണ്ട്. കാരണം ഈ പുതിയ തലമുറ ഒരുപക്ഷെ ചേച്ചിയെ മറന്നു തുടങ്ങിയിരിക്കുന്നു. ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ കാലഘട്ടത്തിലുള്ള മഹാരഥന്മാരായിട്ടുള്ള കലാകാരന്മാരെയും കലാകാരികളെയും പുതിയ തലമുറ മറന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവരെയൊക്കെ ഇത്തരമൊരു പരിപാടിയിലൂടെ വീണ്ടും ഓർക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ചേച്ചിയുടെ ഓർമ്മകൾ എന്നും മലയാളിയുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കമൽ സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിരുന്ന സമയത്തും ഇഷ്ടംപോലെ സിനിമകൾ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം അതെ ഏതൊക്കെയാണ്? പ്രാദേശിക വാർത്തകളിലുണ്ടായിരുന്നു തോന്നുന്നു. അതല്ലേ ആദ്യത്തെ സിനിമ, ആദ്യ അസിസ്റ്റന്റ് ആയിട്ട് ഇരുന്ന പടം ആയുഷ്കാലത്തിലുണ്ട്, മറ്റേ തൂവൽ സ്പർശത്തിലുണ്ടായിരുന്നു, ഉള്ളടക്കത്തില് ഒരു നേഴ്സ്, ഒരു ഈ എനിക്ക് വന്ന് നേഴ്സ് അല്ല, ഭ്രാന്തി അടിക്കുമ്പം റൂമിൽ ഇരുട്ടത്തിരിക്കുന്ന ഒരു മനോരോഗിയായിട്ടാണ്. അതെ, മനോരോഗിയായിട്ടുള്ള അമ്മ. അതില് കുറേ സിനിമകളുണ്ട്. വിഷ്ണു ലോകത്തിലുണ്ട്. ഈവൻ ഇങ്ങറ്റ അതിനൊക്കെ ഇപ്പൊ നമ്മൾ 2020 എന്ന് പറയുന്ന സിനിമയ്ക്കുള്ളിൽ അഭിനയിക്കുകയാണ്. ആദ്യം ഒരു വളരെ പാവം സ്ത്രീയായിട്ട് വന്ന് അഭിനയിച്ച ഒരു അപേക്ഷിച്ച് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ പറ്റിച്ച് കുറച്ച് കഴിയുമ്പം ഒരു നാടക നടിയായിട്ട് മാറുന്ന ഒരു കഥാപാത്രമാണ്. അതെല്ലാം എത്രയോ ഗംഭീരമായിട്ടാണ്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. നമ്മൾ ഒരിക്കലും തയ്യാറാവില്ല. ഞാനിപ്പോ എത്ര പൈസ തരാന്ന് പറഞ്ഞാലും
ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ തയ്യാറാവില്ല. ചിരിയോ ചിരി എന്ന് പറഞ്ഞൊരു സിനിമ മേനോൻ സാറിൻ്റെ, ആ അതില് ബാലേന്ദ്ര മേനോനെയും മണിയമ്പിള്ള രാജുവിനെയും പറ്റിക്കുന്ന നടി സുകുമാരിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. സ്വന്തം പേരില് അവരുടെ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഒരു ദുഷ്ട കഥാപാത്രം ഇവന്മാര് അതും ദുഷ്ട, അല്ലെങ്കിൽ ആർക്കെങ്കിലും 10 ഉപകാരം ചെയ്യുന്ന ആളൊന്നും അല്ല. അല്ല, അത് സുകുമാരി ചേച്ചി ചെയ്ത്. എന്നിട്ട് ഞാൻ പിന്നീട് സുകുമാരി ചേച്ചിനെ പരിചയപ്പെട്ട് കണ്ട സമയത്ത് ചേച്ചി ചേച്ചി എന്ത് മണ്ടത്തരാണ് ചെയ്തത്, അതെന്താ അങ്ങനെ ചെയ്തത്? അതിനെന്താ എല്ലാവർക്കും അറിയാലോ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. അത് സിനിമയല്ലേ, ഞാൻ സിനിമയിൽ സുകുമാരി ചേച്ചിയായിട്ടല്ലേ അഭിനയിക്കുന്നത്. അതൊന്നും ആ സുകുമാരി അല്ല ഈ സുകുമാരി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ കുറച്ചൊരു ആ നിഷ്കളങ്കത കൊണ്ട് ചെയ്യുന്നതാണ് അതൊക്കെ. പിന്നീട് സിനിമ കണ്ടപ്പോ പുള്ളിക്കാർക്ക് തോന്നിയുണ്ടാവും ഒത്തിരി അബദ്ധമായിന്ന്. പക്ഷെ അതാണ് ഈ അത്ഭുതം തോന്നുന്നൊരു കാര്യം. ഇവർ ഇപ്പം നേരത്തെ ശങ്കർ സാറ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പം അതെന്താ ഞാനില്ലേ എന്ന് അങ്ങനെ ചോദിക്കാനും പെട്ടിയെടുത്ത് വരാനും ഒക്കെ ഉള്ളൊരു മനസ്സെന്ന് പറയുന്നത്, ഇവർ ഇത്രയും പണം ചെയ്തിട്ടും ഞാനൊരു വലിയ ആളാണെന്നുള്ള ബോധ്യമില്ലാതാവുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കാൻ തോന്നുന്നതേ. അല്ലെ വേണേ വിളിക്കട്ടെ. അല്ല, ഈഗോ എന്ന് പറയുന്ന സംഗതി അവര് സിനിമ അഭിനയവും അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലും ഈഗോ പ്രോബ്ലം അവർക്ക് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ലേ. ഞാൻ എത്രയോ വർഷങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ഈഗോ ഇഷ്യൂ അവരെ അലട്ടുന്നത് എനിക്ക് ഒരിക്കലും തോന്നില്ല. അവര് സിനിമ തന്നെയാണ്. സിനിമയിൽ ജനിച്ച് സിനിമയിൽ ജീവിച്ച് സിനിമ ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചു പോകുന്ന ഒരാളാണ്. നല്ല ചെറുപ്പത്തിലെ സിനിമയിൽ എത്തിയിട്ടുണ്ട്. 13 വയസ്സ് 14 ആയിരിക്കുമ്പോ നമ്മള് അവര് ചെറുപ്പകാലത്തൊക്കെ സിനിമ കണ്ടിട്ടില്ല. അല്ല, അവര് ഞങ്ങൾക്കൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ഈ പഴയ കഥകള് നമുക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ, അന്ന് നമ്മള് പുതിയ ആൾക്കാരല്ലേ സിനിമയിൽ. അപ്പോൾ പഴയ ആ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിട്ടുള്ള കുറെ അനുഭവങ്ങള്, രാജ് കപൂറിന്റെ മറ്റേ പത്മിനി ചേച്ചി അഭിനയിക്കാൻ പോയ സമയത്ത് സുകുമാരി ചേച്ചി കൂടെ പോയിരുന്നു. അപ്പൊ ആ കഥകളൊക്കെ പറയാം, അവിടെ അവരെങ്ങനെയാണ് അതിന്റെ കുറെ ഈ പല സിനിമകളിലും ഈ ലളിതരാഗിണി പത്മിനിമാരൊക്കെ ഭയങ്കര ബിസി ആയിരുന്ന കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതുണ്ട്. നമുക്ക് ചേച്ചിയോട് ചോദിക്കുമ്പോൾ ചേച്ചി ചിരിച്ച് അതിന് മറുപടി പറയില്ല ഒരിക്കലും. ഇവരുടെ പല സിനിമകളിലും ഡാൻസ് സീക്വൻസുകളുണ്ടല്ലോ, ആ ഡാൻസ് ഇവരെ കണ്ട ഭയങ്കര സിമിലറാണ്. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല. അപ്പം അല്ല, ലളിത ആണോ രാഗിണിയാണോ പത്മിനിയാണോ എന്നറിയില്ല, വലിയ സ്റ്റാർ ആയിരിക്കണ കാലത്ത് ക്ലോസ് ഷോട്ടിൽ മാത്രമാണ് അവർ ഡാൻസ് ചെയ്യുക. അത് വൈഡ് ഷോട്ടിൽ മുഴുവൻ സുകുമാരി ചേച്ചിയാണ്. അതെ, ശരിയാ. ഞാൻ കേട്ടില്ലേ, സുകുമാരി ചേച്ചിയാണ് വൈഡ് ഷോട്ടുകളിൽ അഭിനയിക്കുന്നത്. കാരണം അതേപോലെ ഡാൻസ് ചെയ്യും. ഇതാണ്. അപ്പൊ അവര് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാമിനോ പോയി കഴിഞ്ഞാൽ വൈറ്റ് ഷോട്ട്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് വൈറ്റ് ഷോട്ടിൽ സുകുമാരി ചേച്ചിയാണ് ഡാൻസ് ചെയ്യുന്നത്. അല്ല, നമ്മൾ ഫോട്ടോസ് കളക്ട് ചെയ്തിട്ടേ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ കളക്ട് ചെയ്തില്ല. ഇപ്പം അമിതാഭ് ബച്ചന്റെ കൂടെയൊക്കെ ഉള്ള ഇതിനോട് ഫോട്ടോസ് ഉണ്ട്. എന്നത്തെയോ അമിതാഭ് ബച്ചൻ അത് അവിടെ തൊട്ടുള്ള അഭിനയങ്ങളിൽ സുകുമാരി ചേച്ചി ഉണ്ട്. ഇപ്പം രാജു സാറ് പറഞ്ഞല്ലോ, ഒരു ക്രിസ്ത്യൻ അമ്മയുടെ വേഷമായിരുന്നു ആദ്യത്തെ സിനിമയിൽ എന്ന് പറയുന്നത്. അവിടെ നിന്നും നല്ല ഒരു തമിഴ് അമ്മയരായാലും ശരി, ഒരു തട്ടൊക്കെ എടുത്ത് തലയിലേക്ക് ഇട്ടിട്ട് നേരെ ഒരു മുസ്ലിം സ്ത്രീ ആയിട്ട് വന്നാലും ശരി, ഇതിനൊക്കെ പുറമെ ഈ ബോയിങ് ഒക്കെ പോലെയുള്ള പടത്തിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഈ ഷർട്ടും ഡിക്കമ്മായി എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങളായിട്ട് വന്നാലും എല്ലാം ഞാൻ കേട്ട ലാലേട്ടന്റെ ഷർട്ടും കണ്ട് മേടിച്ചിട്ടിട്ടാണ് ആ പടം ചെയ്തിട്ടില്ല എന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഭയങ്കര എനർജിയാണ് സുകുമാരി ചേച്ചി. ഞാൻ പറഞ്ഞ മാതിരി ആ പൂച്ചക്കൊരു മൂക്കുത്തിയില് ആ സോങ്ങിലൊക്കെ എന്താ നമുക്കൊന്നും കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്ര എനർജിയാണ്. ഒരാളെ കൂടെ ഞാനിപ്പോൾ സുകുമാരി അമ്മയെ ഓർക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. വളരെ മികച്ചൊരു കഥാപാത്രം സുകുമാരി അമ്മയ്ക്ക് സമ്മാനിച്ച ഒരാൾ. സിനിമയുടെ ഹെഡിങ്ങുകളിൽ നമുക്ക് ഏത് ഹെഡിങ്ങിലാണ് അയാളെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് ഇപ്പം സാറിപ്പോൾ വോയിസ് ഓവർ അല്ലെങ്കിൽ ചില അഭിനയങ്ങൾ സാറിനുണ്ട്, ശങ്കർ സാർ നിർമ്മിക്കുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ സജീവമായി അഭിനയം, തിരക്കഥ, സംവിധാനം, നിർമ്മാണം, ഗാനരചന എന്ന് തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളിലും കൈവയ്ക്കുന്ന ഒരാൾ, ഒരു സിനിമ പ്രവർത്തകൻ എന്നതിലുപരി ഈ ഇപ്പം ശങ്കർ സാർ അല്പം മുമ്പ് പറഞ്ഞല്ലോ, ഇത് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്, വർത്തമാനം പറയാൻ ഇഷ്ടമാണെന്ന്. അങ്ങനെ സിനിമയോടുള്ള ഇഷ്ടമുള്ള ആളുകൾ തമ്മിൽ വർത്തമാനം പറയാനിരുന്നാൽ ഒരുപാട് സിനിമകൾ കണ്ട ഓർമ്മകളും സീനുമൊക്കെ കൃത്യമായി ഓർക്കുകയും പറയുകയും സിനിമയെ ഒരുപാട് സ്നേഹിക്കുകയും അതിൻ്റെ ഒരു ഡാറ്റാസ് കൃത്യമായി ഓർത്തു വെച്ച് പറയുകയും ചെയ്യുന്ന ഒരാൾ സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും സുകുമാരി അമ്മ എന്നീ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, അനൂപ് മേനോൻ.
അനുവേട്ട സ്വാഗതം ഓർമ്മയിലെന്നും സുകുമാരിയമ്മ എന്നീ പരമ്പരയിലേക്ക്. ഞാൻ വിളിച്ചപ്പോ ഒരാമുഖമായിട്ട് എന്നോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു സിനിമയിലല്ല സിനിമയ്ക്കകത്തും പുറത്തുമായ ഒരു വലിയ ആത്മബന്ധം, അമ്മയെ പോലെ ഒരാളാണ് ഒരുപാട് നാളായിട്ടെന്ന്. ഇവരെല്ലാവരും പറയുന്നു. നമുക്ക് സിനിമയിൽ തന്നെ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു മാതൃത്വത്തിന്റെ ഭാവമായിട്ടാണ് എപ്പോഴും സുകുമാരിയമ്മയെ അറിയുന്നതും കാണുന്നതുമെല്ലാം. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ആത്മബന്ധത്തിന്റെ തുടക്കം? അല്ല, പിഷു പറഞ്ഞ പോലെ ഇപ്പൊ ലാൽചേട്ടൻ നോക്കുമ്പോൾ ലാൽചേട്ടൻ്റെ ഏറ്റവും അടുത്ത ആളായിരിക്കും സുകുമാരിയമ്മ. ശങ്കരേട്ടൻ നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും, ലാലേട്ടൻ നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് പരിചയപ്പെടുന്ന എല്ലാവരെയും സ്വന്തമാക്കുകയും അവർക്ക് സ്വന്തമാണെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് അത്. ഞാൻ സുകുമാരിയമ്മയായിട്ടുള്ള ഇത് കാണുന്നത് സ്വപ്നം എന്നുള്ള സീരിയലാണ്. അപ്പം ഞാൻ ഒരു സിനിമ പൊട്ടി സിനിമയിൽ നിന്നാ പോയ ഏകദേശം ഒറ്റപ്പൊട്ടലിൽ തന്നെ ഔട്ടായി എന്നുള്ള ലെവലിൽ നിൽക്കുന്ന 2001 അന്നൊക്കെ അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് നായകനായി വരുന്ന സിനിമ പൊട്ടുന്നതോടുകൂടി ഇവൻ രാശിയില്ലാത്തവനാണെന്ന് പറയും. അങ്ങനെ സീരിയലിലെത്തി അത്യാവശ്യം അവിടെ മതി, ഇനി ഒരു തരത്തിൽ ഞാൻ സിനിമയിലേക്ക് ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ സ്വപ്നം എന്ന് പറഞ്ഞ സീരിയൽ വരുന്നത്. അപ്പം അവിടെ വെച്ചിട്ടാണ് സുകുമാരിയമ്മയെ കാണുന്നത്. അപ്പം ഞാൻ ഭയങ്കര റെക്ലൂസാണ്. ഞാൻ ആദ്യം ആൾക്കാരൊന്നും മിണ്ടില്ല, കാരണം ഈ പൊട്ടലിൻ്റെ ഒരു ആഘാതം കഴിഞ്ഞിട്ടില്ല, അതിലങ്ങനെ നിൽക്കുക. ആ സമയത്ത് സുകുമാരിയമ്മ, ഞാനതിൽ എഡ്വേർഡ് എന്നുള്ളൊരു ആംഗ്ലോ ഇന്ത്യൻ ക്യാരക്ടറാണ് ചെയ്യണം. അപ്പം അതിലെനിക്കൊരു ഇത് വെക്കണം, ഈ ലെൻസ്. അപ്പം ഇത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഈ സാധനം. കാരണം ഇന്നത്തെ പോലെ ഇത്രയും ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ലെൻസസ് ഒന്നും അന്നില്ല. അന്ന് കണ്ണി വെച്ച എരിയും, ചിലപ്പോൾ പൊള്ളും, അങ്ങനത്തെ മാതിരി ലെൻസ്. അപ്പം ഞാനിങ്ങനെ ക്രിബിങ് ആണ് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഒരു ദിവസം അന്നൊന്നും അത് എൻ്റെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് അതിൽ. അത് നമ്മുടെ ബോയിങ്ങിലെ പോലത്തെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ക്യാരക്ടറാണ്. അപ്പം നമുക്കിതുണ്ട്, നമുക്ക് റെവറൻസും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്കിത് ഒരു ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് എൻ്റെ മൊത്തം കാര്യങ്ങൾ. അന്ന് പുള്ളിക്കാരി ഒരു 3-4 ദിവസം കഴിഞ്ഞ് എന്നെ അടുത്ത് വിളിച്ച് എന്താ മോനെ പ്രശ്നം എന്ന് ചോദിച്ചു തുടങ്ങുന്ന ഒരു ബന്ധമാണ്. അന്ന് സുകുമാരിയമ്മ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഒരു വലിയ വഴിവിളക്കായി നമുക്ക് കാലങ്ങളായി നിന്നിട്ടുണ്ട്. അത് അവരുടെ ജീവിതം കൊണ്ട് എനിക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ലാൽചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടു, ആ കാലൊടിഞ്ഞ ഇതേ സമയത്താണ് അമ്മ ട്രിവാൻഡ്രം ലോഡ്ജ് അഭിനയിക്കാൻ വന്നത്. ട്രിവാൻഡ്രം ലോഡ്ജിൽ ഇതുപോലെയാണ്. നിന്റെ പടം തുടങ്ങിയല്ലേ, ഞാൻ എന്നാ വരേണ്ടത്, ഇതാണ് ചോദ്യം. അപ്പം ഈ സമയത്ത് കാലൊടിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട്, ജനാർദ്ദൻ ചേട്ടനും സുകുമാരിയമ്മയും അതിലത് പ്രധാന 2 ക്യാരക്ടേഴ്സാണ്. നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറിയാണ് അതിൽ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. വരണം. അത് ആ കാലൊടിയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞു. ഇപ്രാവശ്യം കാലൊടിഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയുന്നില്ല. അപ്പോൾ ലോഡ്ജ് എന്ന് പറയുന്നത് ഫോർട്ടോച്ചിലാണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. മേലെ കയറണം, 2 നില. അതിൻ്റെ മേലെയാണിത്. സുകുമാരിയമ്മ ഡെയിലി വന്ന് ഇതിൻ്റെ മണ്ടയിൽ കയറും. ഒരു 6-7 ദിവസം കഴിഞ്ഞ് വേദന സഹിക്കാൻ വയ്യാതെ ബോധം പോയി. അന്നാണ് ഞങ്ങളെല്ലാം അറിയുന്നത് ഇത് കാലൊടിഞ്ഞിരിക്കുകയാണെന്നുള്ളത്. ഇത് സ്വന്തം ജീവിതം കൊണ്ട് സിനിമയോട് എത്രമാത്രം അർപ്പണബോധം വേണം എന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരാളായിരുന്നു. എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓഫ് കോഴ്സ് ഈ ഇത്രയും ക്യാരക്ടേഴ്സും ചെയ്ത ഒരാളും മലയാള സിനിമയിലില്ല, മലയാള സിനിമയിൽ ഉണ്ടാവുകയില്ല. ഇത്രയധികം ഈ പറഞ്ഞ പോലെ ഒരു തട്ടമിടും, അടുത്ത് കഴിഞ്ഞാൽ ഒരു കച്ച എടുത്താൽ ക്രിസ്ത്യാനിയായി, അപ്പുറത്ത് കുറി തൊട്ടാൽ വള്ളുവനാടൻ അമ്മിയാര ഒരു സ്ത്രീ. അത് വേറെ ആർക്കും സാധ്യമാവുന്നൊരു കാര്യമല്ല. അത് വിത്തിൻ സെക്കൻഡ്സ് ആണ് സംഭവിക്കുന്നത്. ഈ പറയുന്ന പോലെ നമ്മൾ എന്താണ് മെത്തേഡ് ആക്ടിങ്, 30 ദിവസത്തിൻ്റെ ധ്യാനം, തപം, ഇതൊന്നുമില്ല. ഉച്ചയ്ക്ക് അമ്മയാരാണെങ്കിൽ വൈകുന്നേരം അച്ചായത്തിയാവും എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത് എനിക്ക് തോന്നുന്നു ഇതിനോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 100%. വിളിച്ച് പിന്നെ കാലൊടിയുന്നോ അല്ലെങ്കിൽ ഇതിന് വേറൊരു കാര്യം പറയണ്ട. ഞാൻ ഇതേപോലെ മേഘം എന്ന് പറഞ്ഞ പടത്തിൻ്റെ സീരിയലിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ജലദോഷം, വലിയ ജലദോഷം എനിക്ക് രാവിലെ ഷൂട്ടിങ്ങിന് വരാൻ താമസിക്കും എന്നുള്ളത് നമ്മൾ സംവിധായകനെ വിളിച്ച് പറയുന്നുണ്ട്. എനിക്ക് ഒട്ടും വയ്യാണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ജലദോഷമേ ഉള്ളൂ. അന്ന് ഞാൻ ഷൂട്ടിങ്ങിനെത്തുമ്പോൾ അമ്മ അവിടെ ഉണ്ട്, ഏന്തുന്നുണ്ട്. 3 സീൻ എടുത്തു കഴിഞ്ഞു, 6 മണിക്ക് വന്നു ഷൂട്ടിങ്ങിന്, ഏന്തുന്നുണ്ട്. പറയുമ്പോൾ തലേ ദിവസം ആ പൊന്മുടിയാണോ ഷൂട്ടിങ്, അവിടെ ആ മറ്റേ സ്റ്റെപ്സ് കയറിയപ്പോൾ ഉളുക്കിപ്പോയി. ഈ കാല് ഉളുക്കിയിട്ട് അവിടെ മൊത്തം നീരടിച്ചിരിക്കുക. ജലദോഷമായി ഇതിൽ വരാത്ത ഞാൻ
അപ്പൊ ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിന്റെ ഒരു ആഗ്രഹത്തിന്റെ ഒരു അത്ഭുതം വളരെ വലുതാണല്ലേ. സിനിമ നമുക്ക് കുറെ കഴിയുമ്പോഴേ വേണമെങ്കിൽ മടുക്കാമല്ലോ. നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്, എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒന്നും ഇതിനകത്തില്ല, എനിക്ക് ഇതിനോടുള്ള ഒരു എക്സൈറ്റ്മെന്റ് പോയി എന്നൊക്കെ സ്വാഭാവികമായിട്ടും എത്രയോ ആൾക്കാർ, എത്രയോ പുതിയ നടന്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ എക്സൈറ്റ് ചെയ്യുന്ന എന്ത് എക്സൈറ്റ്മെന്റ്. ഇവർ 2500 സിനിമയിൽ അഭിനയിച്ചത് വേറൊരു എക്സൈറ്റ്മെന്റിലാണ്. സിനിമയുടെ ഭാഗമാവുക, ഇത് ബ്രീത്ത് ചെയ്യുന്നത് സിനിമയാണ്. അതില് എക്സൈറ്റ് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടാ. അത് അല്ല, ആ സമയത്തൊക്കെ എനിക്ക് പോലും നമ്മളന്ന് 27 പടം 28 പടം വർഷമൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇത് നിർത്തണം എന്ന് വിചാരിച്ച ദിവസങ്ങളുണ്ട്. ബിക്കോസ് അത്ര സ്ട്രെയിൻ ആയിരുന്നു. ചേച്ചിയൊക്കെ രാവിലെ ചേച്ചി എന്നെ ട്രെയിൻ ബുക്ക് ചെയ്യും, ചേച്ചി എന്നെ ലൊക്കേഷനിലെത്തും. പിന്നെ ഡ്രസ്സോ നമ്മൾ ഇനിയിപ്പോ ഇതൊന്നും ചിലപ്പോ കോസ്റ്റ്യൂമൊന്നും എടുത്തു കാണില്ലേ. മിനിമൽ സാധനങ്ങളൊക്കെ ചേച്ചിയുടെ പെട്ടിയിലുണ്ടാവും. ഈ ജ്വൽസ് സാധനങ്ങളൊക്കെ ചേച്ചിയുടെ കയ്യിലുണ്ടാവും. ഇപ്പം ലാൽ ജോസ് സാറ് പറഞ്ഞു ഡയമണ്ട് നെക്ലേസിലെ കഥാപാത്രത്തെ കുറിച്ച്. അതേ ചിത്രത്തിലൂടെ സിനിമയിലേക്ക് വന്ന പ്രിയപ്പെട്ട അഭിനേത്രി, നിരവധി ചലച്ചിത്രങ്ങളിലെ നായിക അനുശ്രീ സുകുമാരി അമ്മയെ ഓർക്കുന്നു. ദൈവം സഹായിച്ച എന്റെ ആദ്യത്തെ പടം ഡയമണ്ട് നെക്ലേസിലൂടെ തന്നെ എനിക്ക് ആദ്യത്തെ എന്റെ ചിത്രത്തിൽ അത്രയും വലിയൊരു എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാവരും ആരാധിക്കുന്ന ഒരുപാട് ക്യാരക്ടർ, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെയൊക്കെ വിസ്മയിച്ചിട്ടുള്ള സുകുമാരി അമ്മയുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഓരോ സീൻ എന്റെ മുത്തശ്ശിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ ആദ്യത്തെ ചിത്രമായിരുന്നു ഡയമണ്ട് നെക്ലേസ്. എനിക്ക് എങ്ങനെയാണ് ക്യാമറയുടെ മുമ്പിൽ പെർഫോം ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് പറയേണ്ടതെന്നോ ഒന്നും അറിയാത്ത സമയത്താണ് അത്രയും വലിയൊരു ആക്ടേഴ്സിന്റെ കൂടെ നമ്മൾ അഭിനയിക്കുന്നത്. അപ്പോ ഒരു തുടക്കക്കാരി എന്ന നിലയിലുള്ള എല്ലാ പരിഗണനയും അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അമ്മ ആ ഒരു സിനിമയിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിനാണെങ്കിൽ എനിക്കറിയാം, ഈ അന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് 5 മണി 6 മണിയൊക്കെ സമയത്ത് കുറച്ച് ദോശയും ചമ്മന്തിയൊക്കെ കൊണ്ടുവരും നമ്മുടെ സീറ്റിൽ. അപ്പം ഞാൻ പൊതുവെ അങ്ങനെ കഴിക്കലില്ല. ഉച്ചയ്ക്ക് 2 മണിക്കാണല്ലോ നമ്മൾ ലഞ്ച് കഴിക്കുക. അപ്പൊ പിന്നെ 5 മണിക്കൊരു ദോശ അങ്ങനെ പോവാറില്ല. പക്ഷെ അമ്മ നിർബന്ധിപ്പിച്ചേ ഇല്ല നമ്മൾ കഴിക്കണം, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം, ഇടയ്ക്കൊരു ദോശയൊക്കെ കഴിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നിർബന്ധിച്ച് അവരെ പ്രൊഡക്ഷന്റെ ആൾക്കാരെ കൊണ്ട് അനുവിനും കൊടുക്കുന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്ന് കഴിക്കാൻ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഒരിക്കലും സിനിമയിലെ മെമ്മറീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും മറക്കാത്ത ഒരു സ്പേസിൽ സുകുമാരി അമ്മയുടെ കൂടെ അഭിനയിച്ച കുറെ മുഹൂർത്തങ്ങളുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ഒരു ആക്ട്രസ് തന്നെയാണ് ഞാനും. അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിൽ വന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയതും ഒരു ഭാഗ്യമായിട്ട്. താങ്ക് യു. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ സുകുമാരി അമ്മയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് പറയേണ്ടതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ സുകുമാരി അമ്മയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യം ആ മരണമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബഡ്ഡി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് എവിടെയാണ്, ഷിംലയിലാണ്. അപ്പോൾ എന്നെ ഒരു 10 മണിയായപ്പം മനോരമയിലെ ഹരിയേട്ടൻ വിളിച്ചു നോക്കിയാൽ എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ തണുപ്പുണ്ട്. അതല്ല, സുകുമാരിയമ്മയ്ക്ക് എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം അറിഞ്ഞില്ലേ അങ്ങനെ. അപ്പോൾ എന്നെ ഒരു 7-8 മണിയപ്പോൾ വിളിച്ചിട്ടുണ്ട് സുകുമാരിയമ്മ 3 തവണ. അപ്പം ഞാൻ ഷൂട്ടിലായതുകൊണ്ട് എടുത്തിട്ടില്ല. ഞാൻ ഇത് കേട്ട് ഞാൻ ലൈക്ക്, കാരണം തലേദിവസം സംസാരിച്ചാണ് ഇങ്ങനെ 60% ബേൺസ് ആണെന്നാണ് പറയുന്നത്. അപ്പം എനിക്കിത് വിശ്വാസം വരുന്നില്ല. കാരണം ഏതോ ഒരു ഫോൾസ് ന്യൂസ് ആയിട്ട് തന്നെയാണ് നമ്മളിത് കാണുന്നത്. അതും പൂജാമുറിയിൽ വെച്ച് അങ്ങനെ ഒരു കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു കോൾ വരുന്നു. അമ്മ എന്നാണ് ഞാൻ ഫീഡ് ചെയ്തിരിക്കുന്നത്. അമ്മയുടെ കോള് വരുന്നു. ഒന്നുമില്ല അമ്മ, പൊള്ളി, കുറച്ച് ചെറുതായിട്ട് പൊള്ളി, 60% 70% ബേൺ ഉള്ള ആളാണ് വിളിക്കുന്നത്. ഡബ്ബിംഗ് ഉണ്ട്. അപ്പം എനിക്കറിയാം ആ ശബ്ദത്തിൽ ഭീകരമായ വേദനയുണ്ട്, വേദനയുമുണ്ട്. എന്തോ ഒരു റിസൈൻഡ് ആയിട്ടുള്ള, ആ ഫെയ്റ്റിലോട് റിസൈൻഡ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് ആ കേൾക്കുന്നത്. അപ്പോഴേക്കും ആരോ ഫോൺ പിടിച്ചു വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കേണ്ടെന്ന് പറയുകയോ ചെയ്തു. അതായിരുന്നു ഞാൻ അവസാനമായി അമ്മയായിട്ടുള്ള ഇത്. അമ്മ പോയി. നമ്മൾ അമ്മയിൽ നിന്നും എല്ലാവരും കൂടെ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്താണ് മദ്രാസിൽ പോയത് അമ്മയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളവിടെ എത്തുമ്പം പറഞ്ഞു റോയാപേട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്ല, റോയപേട്ടയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടുന്ന് ഞങ്ങളവിടെ എത്തുമ്പം സുകുമാരിയമ്മ വന്നിട്ടില്ല, ആംബുലൻസ് വന്നിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ മമ്മൂക്കുണ്ട്, ലാലേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്.
കുറച്ച് കഴിയുമ്പോൾ ഈ ആംബുലൻസ് വരുന്നു. ആംബുലൻസിൻ്റെ അകത്ത് നല്ല ഈ ബോഡി എടുക്കുന്ന ആംബുലൻസിൻ്റെ അടിയിലുള്ള ഒരു സ്ട്രക്ചറിൽ നിന്നാണ്. മേ ബി ഈ ബേൺസ് ഉള്ളതുകൊണ്ട് അവർ മുകളിൽ വെച്ചിട്ടില്ല. അത് എന്ത് കാരണത്താലാണെന്ന് എനിക്കറിയില്ല. താഴെ നിന്നാണ് ഇതെടുക്കുന്നത്. താഴെ ഉണ്ടായി ആ ഒരു സ്ട്രക്ചർ എടുത്തിട്ട് ഇവർ ഈ ബോഡി ആ റോയാപ്പേട്ട ആശുപത്രിയുടെ കോറിഡോറിലിട്ടു. ഞങ്ങളെല്ലാം ചുറ്റും നിൽക്കുകയാണ്. ആ കോറിഡോറിലിട്ടു അവിടെ കിടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഇവർ പറഞ്ഞു, അവിടുത്തെ ഒഫീഷ്യൽസ് ആരോ പറഞ്ഞു, സർ ഇപ്പോൾ വിട്ട് കിട്ടില്ല, അപ്പോൾ അൺനാച്ചുറൽ ഡെത്താണ്, പോസ്റ്റ്മോർട്ടം. ഇത് കഴിഞ്ഞ് എല്ലാവരും പിരിയുന്നു. പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരു ബ്രീഫ്ഡ് ഫാമിലിയുടെ കൂടെ. ഇപ്പം ആക്ടർ എന്ന രീതിയിൽ നമ്മൾ ഇപ്പം പിഷു നേരത്തെ പറഞ്ഞ ഇപ്പം ഇവരെല്ലാം പറഞ്ഞ പല ക്യാരക്ടേഴ്സ്. ഞാൻ ഉത്തരം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഉത്തരം സിനിമയിൽ സുപർണയെ നോക്കുന്ന ഒരായിട്ടൊരു ക്യാരക്ടറുണ്ട്. എം ടി സാർ എഴുതി പവിത്രൻ സാർ ഡയറക്ട് ചെയ്ത പടമാണ്. എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ്. ഗംഭീര സിനിമയാണ്. അതിൽ മമ്മൂക്ക ചെന്നിട്ട് ഈ സുപർണയെ ഗർഭിണിയായിരുന്നപ്പോൾ നോക്കിയ ഒരു നേഴ്സും ആ കുട്ടിയെ നോക്കിയ നേഴ്സിന്റെ ക്യാരക്ടറാണ്. എന്ത് ഈസി ആയിട്ടാണ് അത്തരം ഒരു വളരെ വരണ്ട ഒരു ഭൂമികയിലേക്ക് അവർ ട്രാൻസ്ഫോം ചെയ്തത്, ആ ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്തത്. കാരണം സിമ്പിൾ ക്യാരക്ടറാണെന്ന് തോന്നാം, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഈസി. ഒരു ആക്ടർക്ക് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവും, ഇറ്റ്സ് നോട്ട് ഈസി. ഇപ്പം ഡിക്കമ്മായിയെ നമുക്ക് മനസ്സിലാക്കാം, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പാടാണ് ഒരു ഇൻഹാബിറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇങ്ങനത്തെ നമ്മളിപ്പം ആയാന്ന് പറയുന്നിടത്തുനിന്ന് ഞാൻ പറയാണ്, നമ്മളൊരു എപ്പോഴും മലയാളികൾ എപ്പോഴും ആഘോഷിക്കുന്ന നമ്മുടെ ദശരഥത്തിന്റെ ക്ലൈമാക്സ് എടുത്താല് അവിടെ ലാലേട്ടന്റെ ഒപ്പം ഒരു ആ ചോദ്യത്തിനൊരു ഉത്തരവില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അതിനൊരു ആൻസർ ഇല്ല ആ ക്വസ്റ്റിന്. കാരണം ആനി മോനെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ, ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഇത് തിരുന്നത്. പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റിന്റെ ഒരു എന്താ പറയുന്ന അതൊരു വല്ലാത്ത എക്സ്പ്രഷൻ സുകുമാര്യമായി അവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ ആൻസർ? ഇത് പറ്റുന്നതാണോ? അല്ല, ആ ഒരു റിയാക്ഷൻ ഇല്ലെങ്കിൽ ഇപ്പുറത്തെ റിയാക്ഷനും കാര്യമില്ലാതെ പോകും അല്ലേ? അത്രയധികം നോക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം ശങ്കർ സാർ നേരത്തെ പറഞ്ഞു ഡാൻസ് കളിച്ച് അഭിനയിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇത് നമ്മളിപ്പം മദ്യപിച്ച് തുടങ്ങുന്ന ഒരാൾ അയാളുടെ വീട്ടില് ഭാര്യയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ മദ്യപിക്കാത്തതുപോലെ പെരുമാറുന്നിടത്തൊരു അഭിനയമുണ്ട് സ്വാഭാവിക ജീവിതത്തിൽ. സിനിമയിൽ മദ്യപിച്ചതായിട്ട് അഭിനയിക്കുന്നതിന് ഇത്തിരി പാടാ, എളുപ്പമല്ല. മദ്യപിച്ച പോലെ അഭിനയിക്കുന്നത്. എന്നാൽ അത് സ്ത്രീകൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇനിയും പാടാം. നമ്മൾ വന്ദനമൊക്കെ കാണുമ്പോ വന്ദനത്തിലൊക്കെ ഒരു 4 പെഗ് അടിച്ചിട്ടുണ്ടെന്ന് നമുക്കിവിടെ സുഖമായിട്ട് കുടിച്ചിട്ട് തലയും കുടഞ്ഞ് പോകുന്ന നോക്ക്. തേന്മാവും കുമ്പത്തിലെ ഗാന്ധാരി അമ്മ എന്ന് പറയുന്നൊരു കഥാപാത്രം ഒരു നാട് ഭരിക്കുന്ന ഒരാളുടെ ഒരു അര നാട്ടുരാജാവാണ്, നാട്ടുറാണിയാണ്. ആ കഥാപാത്രം തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാർ പട്ടാളത്തിലായിക്കോട്ടെ, റാംജി റാവുലല്ലേ വീട് മുകേഷ് ചേട്ടന്റെ കൂട്ടത്തിൽ വരുന്ന അമ്മയായിട്ടുള്ള വേഷം, എത്രയോ സിനിമകൾ